ദാവീദും ഗോലിയാത്തും കളിയല്ല, രണ്ട് ശക്തരായ ഗോലിയാത്തുകൾ തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം. അതാണ് പാരീസിലെ ചാമ്പ്യൻസ് ലീഗ് സെമി ആദ്യ പാദത്തിൽ കണ്ടത്. ഒരു സൈഡിൽ സീസണിലെ അസാധ്യ ഫോമിൽ ട്രിപ്പിൾ കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്ന കൊമ്പനിയുടെ ബയേൺ മ്യൂണിക്, മറുവശത്ത് ലീഗ് കിരീടം ഉറപ്പിച്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടം നിലനിർത്താൻ ശപഥം ചെയ്തെത്തിയ ലൂയിസ് എൻട്രിക്കയുടെ പട്ടാളം. ക്ലബ് ഫുട്ബോളിൽ ഈ സീസണിലെ ഫോമിൽ ഇവരെ വെല്ലാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മൈതാനത്ത് തീ പടർന്നു. അടിയോടടി, അടിക്ക് തിരിച്ചടി. ഈ അടുത്ത കാലത്ത് ഒന്നും ഇങ്ങനെ ഒരു ഫുട്ബോൾ കാഴ്ച ഉണ്ടായിട്ടില്ല തന്നെ. കാണാത്തവർക്ക് തീരാ നഷ്ടം. 17-ാം മിനിറ്റിൽ ബയേൺ ആണ് മത്സരത്തിലെ ആദ്യ വെടി പൊട്ടിക്കുന്നത്. ലൂയിസ് ഡയസിനെ ബോക്സിൽ വീഴ്ത്തിയതിന് കിട്ടിയ പെനാൽറ്റി ഹാരി കെയ്ൻ ഗോളാക്കി മാറ്റുന്നു. എന്നാൽ 24-ാം മിനിറ്റിൽ വെട്ടിയൊഴിഞ്ഞുള്ള മനോഹര ഗോളിൽ ക്വറസ്കേലിയയിലൂടെ PSG-യുടെ മറുപടി എത്തി. ഡെംബലയുടെ സെറ്റ് പീസിൽ തലവെച്ച് ജാവോ നെവസ് 33-ാം മിനിറ്റിൽ ആതിഥേയരെ മുന്നിലെത്തിച്ചു. 41-ാം മിനിറ്റിൽ ഒലീസയുടെ വെടിച്ചില് PSG-യുടെ വല തുളച്ചു. വീണ്ടും തുല്യത. ഹാഫ് ടൈം 2-2 ഡ്രോയിൽ അവസാനിക്കുമെന്ന് കരുതിയെടുത്ത് നിന്ന് ഹാൻഡ്ബോൾ പെനാൽറ്റിയിൽ ഡെംബലെ വീണ്ടും PSG-യെ മുന്നിലെത്തിച്ചു. ഹാഫ് ടൈം കഴിഞ്ഞുള്ള ആദ്യ 15 മിനിറ്റുകൾ PSG-യുടെ ഊഴമായിരുന്നു. 56-ൽ ക്വറസ്കേലിയയും 58-ൽ ഡെംബലയും തങ്ങളുടെ രണ്ടാം ഗോളുകൾ നേടിയതോടെ സ്കോർ കാർഡ് 5-2 എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതിരുന്ന ബയേൺ 65-68 മിനിറ്റുകളിൽ ഒബമക്കാനോ, ലൂയിസ് ഡയസ് എന്നിവരുടെ ഗോളുകളിലൂടെ വ്യത്യാസം ഒറ്റ ഗോളാക്കി ചുരുക്കി. ശേഷവും നടന്ന അര ഡസനോളം ഗോൾ ശ്രമങ്ങൾക്കൊടുവിൽ ആ മഹാപോരാട്ടത്തിന് ലാസ്റ്റ് വിസിൽ വീണു. ഞങ്ങൾ ഈ മത്സരത്തിൽ ജയിക്കാനും സമനില നേടാനും തോൽക്കാനും സാധ്യതയുണ്ടായിരുന്നുവെന്നാണ് PSG കോച്ച് എൻട്രിക്കെ പറഞ്ഞത്. ബാക്കി അലയൻസ് അറീനയിൽ പാക്കലാമെന്ന് ബയേൺ കോച്ച് കൊമ്പനിയും. ഏതായാലും രണ്ടാം പാദത്തിലെ മറ്റൊരു മഹാപോരാട്ടത്തിനായി കാത്തിരിക്കാം.